Hey all, welcome back to my yet another vlog. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയുള്ള ദിവസമാണ്. ഈവനിങ് ഷിഫ്റ്റാണ് 10 തൊട്ട് 7 മണി വരെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയിട്ട് മടിയുണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ, ബട്ട് പോയല്ലേ പറ്റൂ. ഞാൻ വഴിയെ പറയാം. എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ഇപ്പോൾ സമയമില്ല സംസാരിക്കാൻ. എനിക്കിന്ന് റെഡി ആവാനുണ്ട്. ഓൾമോസ്റ്റ് എന്നെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ തട്ടനയുടെ ബാഗ് എടുക്കാം, പോവാം. സമയം ലേറ്റായി. അപ്പോൾ ബാക്കിയുള്ള വിശേഷം ഞാൻ പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി പോയാൽ മതി. ഫുഡും കൂടെ ഒന്ന് എടുത്തിട്ട് പോകണം. എൻ്റെ വർക്ക് എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് അസീസിയ ഹോസ്പിറ്റലാണ്. ആലത്തൂർ പാലക്കാടുള്ള ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസപ്ഷനിസ്റ്റാണ്. നമ്മൾ ബില്ലിംഗ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസത്തോളമൊക്കെ ആയി. തുടക്കം തൊട്ടേ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് ടൈം തൊട്ട് ഞാനുണ്ട് അവിടെ റിസപ്ഷനിൽ. പിന്നെ എനിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് വേണം എനിക്ക് എത്താൻ. ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. സ്കൂട്ടി വാങ്ങിച്ചിട്ട് അത് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ. കാരണം എനിക്ക് ഷിഫ്റ്റുള്ള സമയത്ത് നൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും വരാൻ നേരത്ത്. കാരണം ഒരു ദിവസം ഇതുപോലെ തന്നെ 7 മണി ഷിഫ്റ്റ് ഉണ്ട് രാത്രി. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് പോലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. ഒരു ബസ് പോലും നിർത്താണ്ട് പോയി. അപ്പോൾ എനിക്ക് ഒന്നാമത് രാത്രി ഭയങ്കര പേടിയായി. അപ്പോഴാണ് ഞാനിങ്ങനെ സ്കൂട്ടി എടുത്തത്. ഇത് ഇലക്ട്രിക് സ്കൂട്ടിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിലിട്ട് പോയിട്ട് വരാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ വർക്കിലാണ്. ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്കൊക്കെ ഉണ്ടാവുമല്ലോ. ബ്രേക്ക് എന്ന് പറയാൻ ബ്രേക്ക് ഇല്ല, നമ്മളായിട്ട് എടുക്കുന്നതാണ് ബ്രേക്ക് അവിടുത്തെ. അപ്പോൾ ഞാനും എൻ്റെ കൊളീഗും കൂടെ പോയിട്ട് ഒരു ചായ കുടിച്ചു. ഞാൻ ഒരു സാൻഡ്വിച്ചും ഒരു സ്ലൈസാണ് വാങ്ങിച്ചത്. അവൾ ചായ മാത്രമാണ് കുടിച്ചത്. കാരണം എന്തോ അന്നത്തെ ദിവസം ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചായ വാങ്ങിച്ചത്. ഇന്നെൻ്റെ ഡ്യൂട്ടി എമർജൻസിലായിരുന്നു. എമർജൻസി റിസപ്ഷനിലായിരുന്നു ഇന്നെൻ്റെ ഡ്യൂട്ടി. അറിയാലോ, എമർജൻസിലാകുമ്പോൾ തന്നെ കുറേ കേസസും ഒക്കെ ഉണ്ടായിരുന്നു. RT ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ഡെത്ത് കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശോകമായിരുന്നു. പിന്നെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവസി കാണിച്ചെടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ ഇന്ന് എനിക്ക് 7 മണി ഷിഫ്റ്റാണ്. ഞാനിപ്പോൾ അങ്ങനെ ഇറങ്ങി പഞ്ചവട്ടിയിൽ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ലുക്ക്. രാത്രിയൊക്കെ കാണാൻ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ എന്തോ നല്ലൊരു കാണാൻ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സ്കൂട്ടി ഞാൻ എടുത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചു. കാരണം ഹസ്ബൻഡ് ഇവിടെ ഫുഡ് വാങ്ങാൻ വേണ്ടി ആലത്തൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരി, ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാം ഓർത്ത് ഞാൻ സ്കൂട്ടി അവിടെ തന്നെ വെച്ചു. നീ അവ തരില്ല, വേണ്ട വേണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ എന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ്. വർക്കിന് പോവാം, വീട്ടിൽ വരാം. ആകെ ടയേർഡാണ്. ഇനി ഹസ്ബൻഡായിട്ട് കുറച്ചേരൊക്കെ സംസാരിച്ച് കിടന്നുറങ്ങണം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്.